ഇരിക്കുന്നത് ഗവർണറാണെങ്കിൽ പ്രോട്ടോകോൾ പാലിക്കും, ഇരിക്കുന്നത് സംഘപരിവാറുകാരനാണെങ്കിൽ ഇതേപോലെ അന്തസ്സോടുകൂടി കാര്യങ്ങൾ പറയേണ്ടത് വെടിപ്പായി പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയും ചെയ്യും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ന് ശിവൻകുട്ടി ചോദിച്ചത് ആദ്യം സുജയ് പറഞ്ഞൊരു കാര്യത്തിന്, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുടേതടക്കമുള്ള ഭൂപടമാണോ അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയിൽ നിന്ന് ഭിന്നിച്ചു പോയ രാജ്യത്തിന്റെ ഭാഗമടക്കം ഉണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, ബാക്കി രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യയാണ് കാണിച്ചിരിക്കുന്നത്, പശ്ചാത്തലത്തിൽ കാണിച്ചിരിക്കുന്നത്. അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യ മാത്രമല്ല. നിങ്ങൾ 1947 മുമ്പാണെങ്കിൽ ഭാരതം എന്ന സങ്കല്പമേ അല്ല. അവിടെ തിരുവിതാംകൂറും കൊച്ചിയും അടക്കം 600ഓളം നാട്ടുരാജ്യങ്ങൾ. ആ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണോ? ഇവിടെ എവിടെയാ പാകിസ്ഥാൻ? എന്തിനാ പാകിസ്ഥാനെ വെച്ചിരിക്കുന്നത്? എന്താ കാശ്മീർ? എവിടെ കാശ്മീർ? ഞാൻ പറഞ്ഞല്ലോ, 1947 ശേഷമുള്ള ഇന്ത്യയുടെ ഭൂപടം അല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളത് നല്ല വെടിപ്പായി ഭൂപടം വയ്ക്കാൻ രാജ്ഭവനിൽ ഗവർണർക്ക് എന്ത് അധികാരം? പാഠമാണ് കൊടുക്കേണ്ടത്. ഇതാണോ ഭാരതാംബ? നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഭാരതാംബയുടെ ഭാഗമാണോ?